വെൽക്കം ബാക്ക് ടു ടീച്ചർ ടോക്ക്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കിൽ ആൻഡ് തിങ്സ് എന്ന് ഞാനിന്ന് ടീച്ചർ ടോക്കിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ ക്ലൗഡ് 9 എന്ന യൂണിറ്റിലെ ഒരു ലെസൺ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. Let us read about a little girl who went on a school trip which gave her a lot of fun and thrill. This expert is taken from the Toto-chan, the little girl at the window. സോ ഈ ഒരു സ്റ്റോറി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ടോട്ടോഷാൻ്റെ സ്റ്റോറിയാണ്. ടോട്ടോഷാൻ ഇസ് എ നോട്ടി ഗേൾ, ഒരു വളരെയധികം വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ടോട്ടോഷാൻ. ടോട്ടോഷാനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. സോ ടോട്ടോഷാൻ്റെ സ്കൂളിലെ ലൈഫിലെ ഒരു സമ്മർ വെക്കേഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ ടോട്ടോഷാൻ ഓൾറെഡി ഒരു സ്കൂളിലുണ്ടായിരുന്നു. അവിടെ ടോട്ടോഷാൻ വളരെയധികം വികൃതിയായിട്ട് പുറത്തുള്ള ആളുകളെയൊക്കെ സംസാരിച്ച് ക്ലാസ്സിൽ ഭയങ്കര അധികം ഡിസ്റ്റർബ്ഡ് ഉണ്ടാക്കി. ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും വളരെയധികം ഡിസ്റ്റർബ് ആക്കിയതിനാൽ കുട്ടിയെ ടോട്ടോഷാന അവളുടെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയും അങ്ങനെ അവളുടെ അമ്മ വേറൊരു സ്കൂളിൽ അവളെ ചേർക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് ആ സ്കൂളിൽ നിന്നൊരു സമ്മർ വെക്കേഷന് പോവുകയായിരുന്നു. ആ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇവിടെ തുടങ്ങുന്നത്. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ്. ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട നീരുറവ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിൻ്റെ ഓതർ ടെറ്റ്സുഗോ കുറിയോനോക്കി. ഈ ഒരു ചാപ്റ്റർ ഈ ഒരു കാര്യങ്ങൾ ഇൻസിഡൻറ്റ് നടക്കുന്നത് ടോട്ടോഷൻ ഒരു ജപ്പാൻ ഗേൾ ആണ്. സോ ഒരു ജാപ്പനീസ് റൈറ്ററാണ് ടെറ്റ്സുഗോ കുറിയോനോക്കി. സോ ഈ ഒരു സ്റ്റോറീൻ്റെ ഉടനീളം നമ്മൾ കാണാൻ ജാപ്പനീസിലുള്ള പേരുകളും കാര്യങ്ങളായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെയോ കേരളത്തിലെയോ യാതൊരു ബന്ധമുള്ള പേരുകളൊന്നും നമുക്കിവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് എന്താ പുതിയ വാക്കുകളായിരിക്കും. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നമുക്കത് വായിച്ചെടുക്കാം. ഓക്കെ, സോ നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. Summer vacation came to an end, and the day of the trip to the hot spring resort finally arrived. So summer vacation എന്ത് ചെയ്തു, അവസാനിച്ചു. ആൻഡ് ദ ഡേ ഓഫ് ദി ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. അങ്ങനെ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവരതിനു വേണ്ടി എത്തിച്ചേർന്നു. ഫോർ ദി സ്റ്റുഡൻസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് അറ്റ് ടോമോ. ടോമോ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂളിൻ്റെ പേരാണ് ടോമോ. ടോമോയിലുള്ള സ്കൂളിലെ കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകാനിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ സ്കൂളിലെ കുട്ടികൾക്കും വളരെയധികം ത്രില്ലായി. ദ ട്രിപ്പ് വാസ് ടു എ സീസൈഡ് സ്കൂൾ അറ്റ് എ പ്ലേസ് കോൾഡ് ടോയ് ഓൺ ദ ഇസു പെനിസുല ഇൻ ഷിസുവോക്കോ. സോ ഈ ഒരു ട്രിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയിലെ ഇസു പെനിസുല ഷിസുവോക്കോയിലേക്കാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത്. There was a hot spring right in the sea where the children could both swim and take a hot bath. So ഇവിടെ കുട്ടികൾക്ക് ഈ ട്രിപ്പ് പോകുന്നത് ഹോട്ട് സ്പ്രിംഗ് കാണാനാണ്. അതായത് കടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ട് സ്പ്രിംഗ് കാണാൻ അവിടെ കുട്ടികൾക്ക് നീന്താനും അതേപോലെ തന്നെ കുളിക്കാനും പറ്റുന്നതായിരിക്കും. ദി ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. ഈ ട്രിപ്പ് നടക്കുന്നത് 3 പകലും 2 രാത്രിയുമാണ്. ടോട്ടൽ 5 days ആണ് ഈ ട്രിപ്പിന് വേണ്ടത്. One of the students' father had a vacation home there, where all 50 of the Tomo students from the 1st to 6th grades could stay. ഇവിടെ ഈ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അവിടെ കാണാൻ പോകുന്ന അവിടെ ആ ടോമോ സ്കൂളിലെ ഒരു കുട്ടിയുടെ അച്ഛൻ അവിടെ ഒരു അവധിക്കാല വസതി ഉണ്ട്. അതായത് ആ ഒരു റിസോർട്ട് പോലെ ആ ഒരു കുട്ടിയുടെ ഫാദറിനുണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും 50 സ്റ്റുഡൻസിനും ടോമോയിലുള്ള എല്ലാ കുട്ടികൾക്കും അവിടെ നിൽക്കാനുള്ള സൗകര്യം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നത് 1st to 6th grades ആണ്. അതായത് 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയാണ് കുട്ടികൾ അവിടെ ഉള്ളത്. ടോട്ടോച്ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. ടോട്ടോച്ചാന് അവളുടെ അമ്മ ഈ ഒരു ട്രിപ്പിന് വിടുമോ എന്ന് അവൾക്കൊരു സംശയമായിരുന്നു. മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാൻ ട്രിപ്പിന് പോയിക്കോട്ടെ. ഷി ഹാസ് ഹെസിസ്റ്റൻ്റ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം അവളൊരു ഭയങ്കര ഒരു നെർവസിലായിട്ടാണ് ചോദിച്ചിട്ട്. But her mother had already got the headmaster's letter and made up her mind to let Toto-chan go. സോ നമ്മുടെ ടോട്ടോച്ചാൻ്റെ മദറിന് ഓൾറെഡി അവളുടെ ഹെഡ് മാസ്റ്റർ ലെറ്റർ അയച്ചിരുന്നു ഈ ട്രിപ്പ് പോകുന്നതായി ബന്ധപ്പെട്ടിട്ട്. സോ അവളുടെ അമ്മയുടെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പിനെ വിടാനുള്ള സമ്മതത്തോട് കൂടിയിട്ടാണ് അവളുടെ മദർ നിന്നിട്ടുണ്ടായിരുന്നത്. Take your next page, page number 60. Now then, said the headmaster when they had all assembled to start the trip. സോ അവർ ട്രിപ്പ് പോകുന്നതിന് മുന്നേ ഒരു അസംബ്ലിയൊക്കെ വിളിച്ച് ചേർക്കുകയാണ്.
We are traveling by train and by ship and I don't want any of you to get lost. സോ ഹെഡ് മാസ്റ്റർ പോകുന്നതിന് മുന്നേ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാം. നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്നത് ട്രെയിനിലും അതേപോലെ ഷിപ്പിലുമാണ്. നമ്മൾ കപ്പലിലും അതേപോലെ ട്രെയിനിലും യാത്ര ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ഗെറ്റ് ലോസ്റ്റ്. എനിക്ക് നിങ്ങളെ ആരും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾ റൈറ്റ്, ഓക്കെ, ശരിയാണെങ്കിൽ ഓഫ് വി ഗോ, നമുക്ക് പോകാം. That was the only instruction he gave, yet the children were amazingly well behaved in the train. സോ ട്രിപ്പ് പോകുന്നതിന് മുന്നേ അവരുടെ ഹെഡ് മാസ്റ്റർ ആകെ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ ഇത് മാത്രമായിരുന്നു. കുട്ടികളെല്ലാവരും വളരെയധികം ശാന്തമരായിട്ടാണ്, വെൽ ബിഹേവ്ഡ് ആയിട്ടാണ് ട്രെയിനിൽ ഇരുന്നത്. Nobody ran up and down the cars and the only taking was done quietly among those sitting next to each other. അവർ ട്രെയിനിൽ വളരെയധികം വെൽ ബിഹേവ്ഡ് ആയിരുന്നു, നല്ല കുട്ടികളായിട്ടിരുന്നു. അവരിങ്ങനെ ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ, തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുക പോലും ചെയ്യാതെ വളരെ ഡീസൻ്റ് ആയിട്ടാണ് കുട്ടികൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. The Tomo pupils had never been actually told how to behave in public. The Tomo pupils എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ, സ്റ്റുഡൻസിനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആ ടോമോ സ്കൂളിലെ കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് പബ്ലിക്കിൽ അതായത് പൊതുസ്ഥലങ്ങളിൽ പെരുമാറേണ്ട എന്ന കാര്യങ്ങളൊന്നും ടോമോയിലെ കുട്ടികളോട് അവരുടെ ടീച്ചേഴ്സ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ അവർ പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. But somehow their school life had instilled into them the basic of decency and good behavior. They never bullied others, never took to unruly behavior, picked up litter wherever they found it, and never annoyed or disturbed others. സോ അവരെന്ത് ചെയ്യുക, അവർക്ക് ആരും തന്നെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും. പക്ഷേ ആ സ്കൂൾ ലൈഫിലെ കുട്ടികളുടെ ഇൻസ്റ്റിൽഡ് പറഞ്ഞാൽ ഇംപ്ലാന്റ് ചെയ്യുക, അതായത് നമ്മൾ അതിനകത്ത് കുട്ടികളിൽ സ്വയം വന്നു ചേരുകയാണ്. ആ കുട്ടികളുടെ ഓരോ കുട്ടികളുടെ ഇടയിലും ഡീസൻസി, അവർ ബേസിക്കായി കീപ്പ് ചെയ്യേണ്ട ഡീസൻസ് അവർക്കുണ്ടായിരുന്നു. അവരുടെ സ്വഭാവത്തിലും കാണാം. ദേ നെവർ ബുള്ളിഡ് അതേഴ്സ്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ അവരൊന്നും ചെയ്യില്ല. നെവർ ടുക്ക് ടു അൺറൂലി ബിഹേവിയർ, അതായത് റൂഡായിട്ടോ അനുസരിക്കാത്തൊരു ബിഹേവിയർ ഒന്നും അവർ കാണിക്കില്ല. ദെൻ പിക്ഡ് അപ്പ് ലിറ്റർ വേർ ദേ ഫൗണ്ട് ഇറ്റ് ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ്. അതേപോലെ ലിറ്റർ പറഞ്ഞാൽ അവർ വേസ്റ്റ് വൃത്തികേടാക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല, വേസ്റ്റൊക്കെ കണ്ടാൽ മാറ്റി വയ്ക്കും. അങ്ങനെ വളരെയധികം ഡീസൻ്റ് ആയിട്ടാണ് അവർ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടായിരുന്നു പോയത്. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോച്ചൻ. ഏറ്റവും വലിയൊരു അതിശയം പറഞ്ഞാൽ ടോട്ടോച്ചൻ ആയിരുന്നു. ഇൻ ഹെയർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. ഞാൻ പറഞ്ഞു അവളുടെ സ്കൂളിൽ അവൾ വളരെയധികം ഒരു നോട്ടി ആയിട്ടുള്ള ചിൽഡ്രൻ ആയിരുന്നു. സോ അവിടെ അവളൊരു അൺഇമാജിനബിൾ തിങ്സ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുള്ളത്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ്. അവൾ ക്ലാസ് സമയത്ത് സ്ട്രീറ്റിലൂടെ പോകുന്ന മ്യൂസീഷ്യൻസുമായിട്ട് എന്ത് ചെയ്യും, സംസാരിക്കുമായിരുന്നു. അത് അവിടെ ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. At Tomo, from her first day, she was attentive in class and did her lessons properly. സോ ടോമോയിലെത്തിയ സമയത്ത് അവളുടെ ചേഞ്ചസ് വന്നു. അവൾ ഫസ്റ്റ് ഡേ, ആദ്യ ഡേ തന്നെ അവൾ ക്ലാസ്സുകളൊക്കെ വളരെ കൃത്യമായി അറ്റൻഡ് ചെയ്യാനും ലെസൺസ് ഒക്കെ എഴുതാനും ഹോംവർക്ക് ചെയ്യുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ ഡെയിലി ചെയ്യുമായിരുന്നു. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹെർ ഓൾഡ് സ്കൂൾസ് were here now, they would not believe their eyes. സോ അവളുടെ സ്കൂളിലെ പഴയ ടീച്ചേഴ്സ് അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരാരും അവളെ ഇപ്പം എന്തില്ല, വിശ്വസിക്കില്ല. ഷുവർലി ഇറ്റ് ഈസ് നോട്ട് ടോട്ടോച്ചൻ. അവർ ഉറപ്പ് പറയും ഇത് ഞങ്ങളുടെ പഴയ ടോട്ടോച്ചൻ അല്ല. ദേ വുഡ് ഹാവ് സെഡ് ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. അവർ വേണമെങ്കിൽ പറയും ഇത് മറ്റാരും ആണ്, ഞങ്ങളുടെ ടോട്ടോച്ചൻ ഇങ്ങനെയല്ല എന്ന് അവർ പറയും. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 61. At Numoso, they embarked on a ship that was just like what they had all dreamed about. സോ ന്യൂമോസോയിൽ അവരെന്ത് ചെയ്തു, എംപാക്ട് മീൻസ് കയറുക. അവർ ഷിപ്പിൽ അവിടെ വെച്ചിട്ട് കയറി. സോ അവർ സ്വപ്നം കണ്ട പോലെ തന്നെ ആയിരുന്നു അവരവിടെ വെച്ച് കയറിയത്. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഷിപ്പ്, അതെന്തായിരുന്നു, വലിയൊരു ഷിപ്പായിരുന്നില്ല. ബട്ട് ദേ വെർ ഓൾസോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്, പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിംഗ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. സോ അവർ ഈ ഷിപ്പിൽ കയറിയ സമയത്ത് അവരുടെ ഫസ്റ്റ് ടൈം ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അവർ ഈ ഷിപ്പ് കയറിയ സമയത്ത് വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇൻസ്പെക്ട് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അവർ പോയി പരിശോധിക്കും. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ആദ്യമായി കാണുമ്പോഴോ കയറുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സ്ഥലം പോയിട്ടൊന്ന് പരിശോധിക്കും. അതേപോലെ അവർ എല്ലാ കോർണർ ഓഫ് ദി ഡെക്ക് പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിങ്, അതായത് അവിടെ നിന്ന് പിടിച്ച് വലിക്കാം, അതിനൊന്ന് കുത്തി നോക്കുക,
അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്തു, ആ ഒരു ഷിപ്പിൽ കയറിയപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാരണം അവരെന്ത് ചെയ്തു, വളരെയധികം എക്സൈറ്റ്മെൻറ്റ്, ആദ്യമായിട്ട് അവർ കയറിയതിൻ്റെ ആ ത്രില്ലിൽ അവർ ചെയ്തു. ബട്ട് സൂൺ ദ സീ ബിക്കം റഫ്. അങ്ങനെ നമ്മുടെ കടൽ കുറച്ച് ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ, കുറച്ചുകൂടി നമ്മൾ ഉള്ളോട്ടെത്തുന്ന സമയത്ത് നമ്മുടെ സീ എന്താവും, കുറച്ച് റഫ് ആവാൻ തുടങ്ങും. ടോട്ടോച്ചൻ ബിഗെയിൻ ടു ഫീൽ സിക്ക് ആസ് ഡിഡ് സം അതേഴ്സ്. നമ്മുടെ ടോട്ടോച്ചാന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി തുടങ്ങി, സിക്ക് മീൻസ് അസുഖം വരാൻ തുടങ്ങി. അതേപോലെ മറ്റു പലർക്കും വന്നു. When the ship rocked, one of the elder boys stood amidship and ran from one side to other saying, "Oops." Okay, അപ്പോൾ നമ്മുടെ ഈ ഒരു ഷിപ്പിൽ ഏറ്റവും എൽഡർ ബോയ് ഉണ്ട്. ഒരു ഓൾഡർ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ക്ലാസ് 6th സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ ക്ലാസ്സിലെ ഒരു കുട്ടി എന്ത് ചെയ്തു, അമിഡ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ സെൻറ്ററിൽ പോയി നിൽക്കുക. എന്നിട്ട് വൺ സൈഡ് ടു അനദർ സെയിങ് ഓപ്സ്. അങ്ങനെ ഷിപ്പിൻ്റെ സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഷിപ്പ് ഇങ്ങനെ പോകുന്ന വേവ്സിനനുസരിച്ച് അത് എന്ത് ചെയ്യും, ഇങ്ങനെ ആടി ഒലയും. അതിനനുസരിച്ച് ഈ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി കളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട് ഓപ്സ്. It was so funny that the children couldn't help laughing even though felt so seasick. So കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ചിരിക്കാതിരിക്കാനും പറ്റുന്നില്ല, പക്ഷെ അവർക്ക് എന്താണ്, അസുഖവുമായിട്ട് അവർ ക്ഷീണിച്ചു. When they disembarked, the ops boy began to feel sick just when everyone else had recovered and was feeling fine. So ഷിപ്പ് എന്ത് ചെയ്തു, എംബാർക്ക് മീൻസ് കയറുക എന്നാണ്. ഡിസെംബാർക്ക് മീൻസ് ഇറങ്ങി. അങ്ങനെ ഈ ഷിപ്പ് ഇറങ്ങുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ഓപ്സ് ബോയ് ഉണ്ടായിരുന്നല്ലോ, 6ാം ക്ലാസ്സിലെ കുട്ടി, ആ കുട്ടിക്ക് എന്തായി, അസുഖം വരാൻ തുടങ്ങി. ബാക്കിയുള്ള എല്ലാവരും റിക്കവർ ആയിട്ട് എല്ലാവരും ഓൾ ഫീലിംഗ് ഫൈൻ. Okay. The spa at Toy was in a quiet, beautiful village on the sea surrounded by wooded hills. So അവിടുത്തെ സ്പാ, അവിടുത്തെ ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ വളരെ ക്വയറ്റ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ആണ് കാണാൻ. അതിൻ്റെ ചുറ്റും കാണാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടലിന് ചുറ്റും കാണാൻ ഈ മരങ്ങളൊക്കെ നിറഞ്ഞ് വളരെ മനോഹരമായ ഒരു പ്രദേശമാണെന്നാണ് പറയുന്നത്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. അങ്ങനെ അവരെത്തി, കുറച്ച് കഴിഞ്ഞ ശേഷം അവരൊരു റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ ടീച്ചേഴ്സ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്തു, കടലിൽ പോയി കുളിച്ചോളും. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. അവർക്ക് ആ ഒരു സീ കണ്ടപ്പോൾ അവരുടെ സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലെ അല്ലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. സോ ദേ വോർ ദെയർ സ്വിം സൂട്ട്സ്. അതുകൊണ്ട് തന്നെ അവർ നീന്താനൊക്കെ തയ്യാറായി വന്നതുകൊണ്ട് തന്നെ സ്വിം സൂട്ട്സ് അവർ ധരിച്ചിരുന്നു. The hot spring in the sea was most unusual. So hot spring, കടലിലെ hot spring കാണാൻ വളരെ പതിവിലും വ്യത്യസ്തമായിരുന്നു. It was not enclosed, so there was no line separating the hot spring from the rest of the sea. So ഈ ഒരു hot springനെ എൻക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ വേലി കെട്ടുക. ഒരു തരത്തിലും വേലി കെട്ടിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതായത് കടലിനെയും ഈ ഹോട്ട് സ്പ്രിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഫ് യു ക്രൗച്ച് ഡൗൺ വേർ യു വേർ ടോൾഡ് ദ ഹോട്ട് സ്പ്രിംഗ് വാസ് ദ ഹോട്ട് വാട്ടർ കെയിം അപ് ടു യുവർ നെക്ക്. ക്രൗച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുട്ട് വളഞ്ഞ് നിൽക്കില്ലേ, കുറച്ച് ബെൻഡായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഹോട്ട് വാട്ടർ നമ്മുടെ നെക്കിൻ്റെ അവിടെ വരെ എത്തും. ഓക്കെ, അത് കുറച്ച് പിക്ചേഴ്സ് കണ്ടോ കുട്ടികൾ കളിക്കുന്നത്. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്തു, ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് അവരുടെ കഴുത്തറ്റോളം വെള്ളം എന്ത് ചെയ്തു, വെള്ളമൊക്കെ വരുത്തിച്ചു. Next, page number 62. It felt lovely, just like being in a hot bath. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ഒരു ഹോട്ട് ബാത്ത് ഒക്കെ അവർ വളരെയധികം ഇഷ്ടപ്പെട്ടു. In those days the seashore was so deserted. അങ്ങനെ എന്തായി, ഈ സീഷോർ ഒരു ഡെസേർട്ടഡ്, ഒരു ശൂന്യമായി, എംപ്റ്റി ആയി. ഇറ്റ് വാസ് ലൈക്ക് ബീങ് ഓൺ ദെൻ പ്രൈവറ്റ് ബീച്ച്. അവരുടെ സ്വന്തമായിട്ടുള്ളൊരു സ്വകാര്യ ബീച്ചായി മാറി. കാരണം അവിടെ വേറെ ആരുമില്ല. ഈ ഒരു സ്കൂളിലെ ടോമോയിലെ സ്റ്റുഡൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. The children reveled in this unusual hot spring sea bathing. So അവർ ആ ഒരു ഹോട്ട് സ്പ്രിങ്ങിലെ ബാത്തിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ അവർ വളരെയധികം എൻജോയ് ചെയ്തു. When they got back to the house in the evening, after staying in the water so long, their fingers were a mass of wrinkles. സോ അവർ കുറേ നേരം എന്ത് ചെയ്തു, വെള്ളത്തിൽ കളിച്ച ശേഷം അവർ തിരിച്ച് അവരുടെ റൂമുകളിലേക്ക് പോയപ്പോഴത്തേക്കും അവരുടെ വിരലുകളിലേക്ക് എന്ത് ചെയ്തു, ഫിംഗേഴ്സ് വരെ മാസ് ഓഫ് റിങ്കിൾസ്, കൈകളിലൊക്കെ എന്തായി ചുളിയും അല്ലേ. കുറേ നേരം നമ്മൾ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട്, നമ്മുടെ വിരലിൽ വീഴുന്ന മാറ്റം നമുക്കറിയാം. അതേപോലെ അവരുടെ കൈകളിൽ റിങ്കിൾസ് ഉണ്ടായി. Each night, once they were tucked into their quotes, the children took turns telling ghost stories. So അവർ രാത്രിയായ സമയത്ത് ക്വിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ള കമ്പിളി പോലെയല്ലേ, അതൊക്കെ തലവഴി മൂടി ഇരുന്നിട്ട് നമ്മൾ കസിൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി നമ്മൾ രാത്രി ചെയ്യുന്ന പോലെ തന്നെ ഇവരും ചെയ്തെന്തോ, അവർ പ്രേതകഥകൾ പറയാൻ തുടങ്ങി. ടോട്ടോച്ചൻ ആൻഡ് അതർ ഫസ്റ്റ് ഗ്രേഡ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ് ആൻഡ് ദാറ്റ് ദേ ക്രൈഡ്. സോ നമ്മുടെ ടോട്ടോച്ചാനും 1ാം ക്ലാസ്സിലെ കുട്ടികളും ഈ ഒരു കഥ കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു, പേടിച്ച് കരയാൻ തുടങ്ങി. But in the spite of their tears, they would ask, and then what happened? So അവർ കരയുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിലും അവർ ചോദിക്കുന്നുണ്ട്, and then what happened? ബാക്കി എന്ത് സംഭവിച്ചു എന്ന് അവർ
ചോദിക്കുന്നുണ്ട്. Unlike camping inside the school and bravery test, the 3 days stay at ടോയ് വാസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. സോ അവരുടെ ക്യാമ്പസിൽ, അവരുടെ തോമസ് സ്കൂളിൽ അവർക്ക് ഓൾറെഡി ഒരു ബ്രേവറി ടെസ്റ്റ് നടത്തും. ദാറ്റ് മീൻസ് ഒരു കുട്ടികളുടെ പേടി പരിശോധന, അങ്ങനെയൊക്കെ ധൈര്യം നോക്കാനൊക്കെ ഉള്ളൊരു ടെസ്റ്റ് നടത്തും. അപ്പം അത് മീൻ ചെയ്യുന്ന വെച്ചാൽ കുട്ടികൾക്ക് എന്തായിരുന്നു, ഗോസ്റ്റ് സ്റ്റോറീസിനൊക്കെ നേരിടാൻ പറ്റുന്നതാണ്. സോ അവരുടെ 3 ഡേ ടോയ്ലറ്റ് സ്റ്റേ കഴിഞ്ഞു. അതൊരു വളരെയധികം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്ക്. There was a forest full of cicadas and a shop where you could buy popsicles. So അവിടെ എന്താ വെച്ചാൽ അവിടെ നിറച്ച് ഫോറസ്റ്റ് ആവാണ് അല്ലേ, അവിടെ സിക്കാഡ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ചെറിയ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾസോ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ പോപ്സിക്കിൾസ്, നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിക്കാൻ പറ്റും. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അങ്ങനെ അവർ ഒരാളെ കണ്ടു. അവർ സീൻ്റെ അടുത്ത് ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഒരു മനുഷ്യന് ഒരു വലിയ വുഡൻ ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്പ്. അത് കാണാൻ എങ്ങനെയാ വെച്ചാൽ ബോട്ടിന്റെ ഷേപ്പ് ആയിരുന്നു, ബോട്ടിന്റെ ആകൃതിയാണ്. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. സോ അവർ ഓരോ ദിവസം രാവിലെ എണീറ്റാല് ആദ്യം പോയി ഇവർ എത്രയാണ് ഈ ബോട്ടിന്റെ പണി ചെയ്തത് എന്നതാണ് ഇവർ ആദ്യം ഓടിപ്പോയിട്ട് നോക്കുക. ദ മാൻ ഗേവ് എ ടോട്ടോഷൻ എ വെരി ലോങ് ആൻഡ് കേർലി വുഡ് ഷേവിങ്. സോ ഈ മാൻ എന്ത് ചെയ്തു, ഈ ആള് നമ്മുടെ ടോട്ടോച്ചാൻ ഒരു നല്ലൊരു ചീകി മിനുക്കിയ ഒരു നല്ലൊരു തടിക്കഷ്ണം നമ്മുടെ ടോട്ടോച്ചാൻ എന്ത് ചെയ്തു, സമ്മാനമായിട്ട് നൽകി. സോ ദ ലാസ്റ്റ് പേജ് 63, നമ്മുടെ സ്റ്റോറിന്റെ ലാസ്റ്റിലെത്തി. How about a souvenir photograph? Asked the headmaster when they were to leave. Souvenir photograph means മെമ്മറി, നമ്മളൊരു ഓർമ്മയ്ക്കൊക്കെ വേണ്ടി എടുക്കുന്ന ഫോട്ടോസാണ് souvenir photograph. അങ്ങനെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ചോദിച്ചു എവിടെ നമ്മുടെ ഓർമ്മയ്ക്കൊക്കെ വെച്ചിട്ട് എടുക്കാനുള്ള ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. They had never had a photograph taken of all of them together and the children were excited at the idea. സോ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, കുട്ടികൾ അങ്ങനെ ഒരുമിച്ച് ഒരു ഫോട്ടോയും എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. No sooner was the headmaster ready with his camera then someone had gone to the toilet. So headmaster ക്യാമറ ആയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തു, ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് ഓടി. Then someone else had gym shoes on the wrong feet and had to change them around. അപ്പോൾ ചില കുട്ടികൾ ഷൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോയിട്ടുണ്ട്, അവരുടെ ജിം ഷൂസ്. അവരപ്പോൾ എന്ത് ചെയ്യുന്നു, അതൊക്കെ ശരിയാക്കാണ്. When he finally said, "Is everyone ready?" അങ്ങനെ ചോദിക്കുകയാണ്, എല്ലാവരും റെഡി ആയോ? 1 or 2 of the children were laying on the ground. അങ്ങനെ 1-2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. They had become tired of holding their poses so long. എന്തുകൊണ്ട് അവർ കിടക്കുന്ന വെച്ചാലും അവർ കുറേ നേരമായില്ലേ ഈ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യാണ്, അവർ കുറേ നേരമായി പോസൊക്കെ ഇട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവർ വരാത്ത കാരണം എന്ത് ചെയ്തു, 1-2 കുട്ടികളൊക്കെ ഈ ഇവിടെ ഗ്രൗണ്ടിൽ കിടന്നു. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവ്രി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. എല്ലാ കുട്ടികളും ഇങ്ങനെ റെഡിയായി വരിക, ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി, കാരണം ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾക്കായി പോയി. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. ഈ ഒരു കാര്യം ചെയ്യാൻ വളരെയധികം സമയം ആവശ്യം വന്നു. But that photograph with the sea in the background and each child posing according to his or her fancy. സോ അങ്ങനെ എന്ത് ചെയ്തു, അവർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലായിരുന്നു. കണ്ടോ, കുട്ടികൾ നിൽക്കുന്ന അവരുടെ പുറകിൽ കടലായിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലേ. ഓക്കെ, അങ്ങനെ ഓരോ കുട്ടികളും എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്തു. ഫാൻസി മീൻസ് അവരുടെ ഒരു ഇമാജിനേഷനിൽ, അങ്ങനെ ഒരു ഇമാജിനേഷനിൽ അവർ പോസൊക്കെ ചെയ്ത് നിൽക്കാം. ബിക്കം എ ട്രഷേർഡ് പൊസിഷൻ ഫോർ ഈച്ച് ഓഫ് ദം. ഈ ഒരു ഫോട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും ട്രഷേർഡ് ആയിട്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്തായിരുന്നു. അവരുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ട് ഇത് മാറി. One look at it and memories would flood back. സോ ഈ ഒരു ഓർമ്മകൾ പറഞ്ഞാൽ അവർക്കിങ്ങനെ ഒരു പ്രളയം പോലെ ഇങ്ങനെ ഒഴുകുന്നതാണെന്ന് പറഞ്ഞു. ടോട്ടോച്ചാൻ നെവർ ഫോർഗെറ്റ് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോച്ചാൻ ഒരിക്കലും അവളുടെ ഒരു ഫസ്റ്റത്തെ സമ്മർ വെക്കേഷൻ മറക്കില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സമ്മർ വെക്കേഷൻ ആയിരുന്നു. ടോമോസ് സ്കൂളിലെ കുട്ടികൾക്ക് ഇതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ ഒരു കഥ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ആക്ടിവിറ്റീസും ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.